ഞാനും കല്ലൂസും കൂടി ഒരുങ്ങിയിട്ട് എങ്ങോട്ടാണെന്നല്ലേ അത് വഴിയെ പറയാം കേട്ടോ. നല്ല സുന്ദരമായ വഴിയായതുകൊണ്ട് കുറച്ച് കല്ലും കുറച്ച് കുഴിയും കുറച്ച് വേരുകളൊക്കെ എല്ലാതും തിങ്ങി നിറഞ്ഞിരിക്കുന്ന വഴിയായിരുന്നു കേട്ടോ. നല്ല പോലെ മരങ്ങളുണ്ട് കേട്ടോ. അത് കാരണം ഒരു കാട് പോലെയാണ് കാണുന്നത്. അവിടെ എത്തുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞങ്ങൾ കടക്കാനായിട്ട്. എന്നാലും ഞങ്ങൾ കടന്നു. കല്ലൂസിൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ എത്തിയത് അംഗനവാടിക്കാണ്. അവളെ വെയിറ്റ് നോക്കുകയാണേ, അതുകൊണ്ടാണ് ഇങ്ങനെ കിടന്ന് കരയണം കേട്ടോ. അവൾക്ക് തൊട്ടി കിടന്ന് ശീലമില്ലേ. ഇത് ഈ ഒരു ഐറ്റം വാങ്ങാനാണ് നമ്മൾ അവിടം വരെ അത്രയും ദൂരം നടന്നു പോയത്. 2 കുട്ടികളെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യമൊന്ന് കല്ലൂസ് പോവാൻ മടിച്ചെങ്കിലും പിന്നീട് അങ്ങോട്ട് അവൾ അവിടെ നിന്ന് വരാനായിട്ട് ഞാൻ കഷ്ടപ്പെട്ടിരുന്നതാണ് കേട്ടോ. ടീച്ചേഴ്സ് പറഞ്ഞു അവൾ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്നോട്ടെ എന്ന്. പക്ഷെ എൻ്റെ മനസ്സിന് സമ്മതമല്ലായിരുന്നു കേട്ടോ. ചെറിയ കുട്ടിയല്ലേ, 1.5 വയസ്സല്ലേ എൻ്റെ കല്ലൂസിനായിട്ടുള്ളൂ എന്നുള്ളതിൽ ഞാൻ എൻ്റെ കല്ലൂസിനെയും കൊണ്ടുപോകും. പക്ഷെ അവളാണെങ്കിൽ വരുന്നുമില്ല. ഞാൻ കുറേ വിളിച്ചോളാം, ഞാൻ അവൾ വരുന്നില്ല. ലാസ്റ്റ് അവൾ കരഞ്ഞിട്ടൊക്കെ ഞാൻ എടുത്തോണ്ട് വന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പിടിച്ച് വലിച്ച് കൊണ്ടുവന്നോളെ. അപ്പോൾ 2 ഉണ്ണികളും കൂടിയിട്ട് അവളെ യാത്രയാക്കാൻ വന്നേക്കാം കേട്ടോ. ബായൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും ബാക്കിലിരിക്കുന്ന ഉണ്ണിക്ക് ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു കല്ലൂസ് പോണോണ്ട്. അവൾ ടാറ്റയൊക്കെ പറഞ്ഞു. അപ്പോൾ കല്ലൂസും ടാറ്റയൊക്കെ കൊടുത്തു. കല്ലൂസ് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവേ. ബായ്.